ടെക്കിലേക്ക് ഹൃദ്യമായി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്ന ഒരു അടിപൊളി ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. ഈ ഒരു ബിസിനസ് അവസരം ആർക്കൊക്കെ ഉപയോഗപ്പെടുത്താമെന്നല്ലേ? 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബിസിനസ് അവസരത്തിന്റെ ഭാഗമാകാം. വിദ്യാർത്ഥികൾക്കും, വീട്ടമ്മമാര്, പാർട്ട് ടൈം ജോബ് അന്വേഷിക്കുന്നവര്, റിട്ടയർഡ് ഉദ്യോഗാർത്ഥികൾ, റിട്ടയർഡ് ആയവർ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെ? അവർക്കും ഈ ഒരു അവസരത്തിന്റെ ഭാഗമാകാം. ഈ ഒരു അവസരത്തിന്റെ ഭാഗമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു വരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എൻ്റെ പേര് ജിൻസി ഓസി. ഞാനും ഈ കമ്പനിയുടെ ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ചും ഈ കമ്പനിയുടെ അവസരങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ബുക്കും പേനയും എടുത്ത് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എഴുതി വെക്കുകയും അത് മറ്റുള്ളവരുടെ അടുത്ത് പറയുവാനും നിങ്ങൾക്ക് സജ്ജമാക്കുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ശരി, എല്ലാവരും ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുകയും കണ്ടതിന് ശേഷം നിങ്ങൾ അതിന്റെ ഫീഡ്ബാക്ക് കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ഈ ഒരു അവസരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും വേണം. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ പ്രസന്റേഷൻ ഇനി നിങ്ങൾ വ്യക്തമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നമ്മുടെ കമ്പനിയുടെ പേര് ഗ്ലാഡ്പോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നാണ്. ഈ കമ്പനി AI ടെക്നോളജിയുടെ സാധ്യതയെ മുൻനിർത്തി എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരു ഡിജിറ്റൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. ഗ്ലാഡ്പോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇതൊരു പുതിയ പ്രോജക്റ്റാണ്. ഈ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നത് ടാസ്ക് മന്ത്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ടാസ്ക് മന്ത്ര മദർ കമ്പനിയായി നിന്നുകൊണ്ട് ആണ് ഗ്ലാഡ്പോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് സപ്പോർട്ട് നൽകുന്നത്. അപ്പോൾ എന്താണ് ടാസ്ക് മന്ത്ര എന്ന് നോക്കണ്ടേ? 2021 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇന്ത്യൻ സ്റ്റാർട്ടപ്പിൻ്റെ റെക്കഗ്നൈസേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ടാസ്ക് മന്ത്ര. 2022 ആഗസ്റ്റ് 17 ബീറ്റാവേഷൻ പ്ലാറ്റ്ഫോമായി കമ്പനി യാത്ര തുടങ്ങുകയും സ്ത്രീകളെ ഡിജിറ്റലി ഇന്നോവേറ്റ് ചെയ്യുകയും അവരിലൂടെ ഒരു സസ്റ്റൈനബിൾ ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയും അതിലൂടെ സ്ത്രീകൾക്ക് അറിവും വരുമാനം അവരുടെ ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുകയും ടെക്നോളജിയിൽ അറിവും പേഴ്സണലി ഡെവലപ്മെൻറ്റ് നൽകിക്കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വർക്ക് ഫ്രം ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ടാസ്ക് മന്ത്ര നൽകുന്നത്. ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് കമ്പനി ആയതുകൊണ്ട് ഇവിടെ സ്ത്രീകൾക്ക് മാത്രമേ രജിസ്റ്റർ ചെയ്യാനും വർക്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ത്രീ വന്നാൽ ആ സ്ത്രീ പേഴ്സണലി ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തങ്ങളുടെ കുടുംബവും തൻ്റെ കുടുംബാന്തരീക്ഷവും കൃത്യമായി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനും ആ സ്ത്രീക്ക് സാധിക്കുന്നു. സ്ത്രീയെ ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാക്കി മാറ്റുകയാണ് ടാസ്ക് മന്ത്ര ചെയ്യുന്നത്. ഈ കമ്പനിയുടെ സപ്പോർട്ടോടു കൂടിയാണ് ഗ്ലാഡ്പോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പബ്ലിക്കിലേക്ക് വരുന്നത്. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ അവസരമുണ്ട്. ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ സാധ്യത മുന്നിൽ കണ്ട് ഏതൊരു സാധാരണക്കാരനും വരുമാനത്തെ സാധ്യമാക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഗ്ലാഡ്പോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വരുന്നത്. 120 രാജ്യങ്ങളിൽ 60 വർഷമായി ഡയറക്റ്റ് സെല്ലിംഗ് മേഖല പ്രവർത്തിക്കുന്നു. 2019 മുതൽ ഇന്ത്യ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് വിലക്കുകളില്ലാതെ ഇന്ത്യയിൽ പ്രവർത്തനം സാധ്യമാക്കുന്ന നിയമം വരികയും അതിലൂടെ നിരവധി പേർക്ക് നിയമാനുസൃതമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഗ്ലാഡ്പോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ആയതുകൊണ്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്തി ഈ എഡ്യൂക്കേഷൻ മേഖലയിലൂടെ ഏതൊരു സാധാരണക്കാരനും അവൻ ആഗ്രഹിക്കുന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേർക്കാൻ ഗ്ലാഡ്പോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് സാധിക്കുന്നു എന്നതാണ്. ഇതൊരു MLM ബേസ്ഡ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് അതിൻ്റേതായ പ്രാധാന്യവും ഉണ്ട് എന്നതാണ്. വൈ ഡിജിറ്റൽ കൊമേഴ്സ്? എന്താണ് ഡിജിറ്റൽ കൊമേഴ്സ് എന്ന് നോക്കാം. ഒന്ന്, പ്രൈസ് സ്റ്റെബിലിറ്റി, മാറ്റമില്ലാത്ത വിലയിൽ തുടരുക എന്നതാണ്. നമുക്കറിയാം, ഒരു സാധനം ഉൽപ്പാദിക്കപ്പെടുമ്പോൾ അതിനിടുന്ന വിലയിൽ പിന്നീട് അതിൻ്റെ മെറ്റീരിയൽസിന് വില കൂടുന്നതിനനുസരിച്ച് ആ പ്രോഡക്റ്റിന് വിലയിൽ മാറ്റം വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് മെറ്റീരിയൽസിൻ്റെ വിലയ്ക്ക് മാറ്റം വരുമ്പോൾ അവിടെ വില മാറ്റം സംഭവിക്കുന്നു എന്ന്. എന്നാൽ
ഇവിടെ ഒരു ഡിജിറ്റൽ പ്രോഡക്ട്സ് ആയതുകൊണ്ട് തന്നെ വിലയിൽ മാറ്റമില്ലാതെ ആരംഭഘട്ടത്തിൽ എങ്ങനെയോ അതിൻ്റെ അവസാന ഘട്ടം വരെയും ആ വിലയിൽ തന്നെ ഇവിടെ മുന്നോട്ടേക്ക് പോകുന്നു എന്നതാണ്. വിലയിൽ മാറ്റമില്ലാതെ ഈ കമ്പനി ആരംഭിക്കുന്നത് മുതൽ ഈ കമ്പനി എന്നാണോ നിലനിൽക്കുന്നത്, എന്നാണോ ഇതിൻ്റെ അവസാനം വരുന്നത്, അന്ന് വരെയും ഒരേ വിലയിലായിരിക്കും ഇവിടെ നിന്ന് പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകാം. 2, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ആരംഭഘട്ടത്തിൽ നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യണമെങ്കിലും നമുക്ക് അതിനൊരു ആരംഭഘട്ടത്തിൽ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് നമ്മളൊരു എമൗണ്ട് ഇറക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ചെറിയൊരു തുക അടച്ചുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി തരുന്ന അപ്ഡേഷൻസിനനുസരിച്ച് ലോകത്തിൻ്റെ എവിടെയും വിപണനം നടത്താൻ സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മാത്രം നമുക്ക് മതി. ചെറിയൊരു പേയ്മെൻറ്റിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെയും കച്ചവടം സാധ്യമാകുമെന്നതാണ്. ഇനി ട്രൈ ബിഫോർ യു ബൈ. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കത് ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിച്ചുപയോഗിക്കാനുള്ള അവസരവും ഇവിടെയുണ്ട് എന്നതാണ്. 4, എൻഡ്ലെസ് ഷെൽഫ് ലൈഫ്. ഡിജിറ്റൽ ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നം ഒരിക്കലും കാലഹരണപ്പെട്ടു പോകുന്നില്ല. ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നതാണ്. മറ്റുള്ള ഉൽപ്പന്നങ്ങൾ നശിച്ചു പോകുന്ന പോലെ ഇവിടെ ഈ ഒരു ഉൽപ്പന്നം നശിക്കുന്നില്ല എന്നതാണ്. ഇനി വെയർ ഹൗസ് ഫ്രീ. ഫിസിക്കൽ സ്റ്റോറേജ് സ്പേസോ അല്ലെങ്കിൽ വെയർ ഹൗസോ ആവശ്യം വരുന്നില്ല. നമുക്കറിയാം, പല ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഫിസിക്കൽ സ്പേസ് വേണം, അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് വേണം. അതിനെയാണ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി അതാത് പ്ലേസിൽ ഓരോരോ വെയർ ഹൗസുകൾ ആവശ്യമാണ്. പക്ഷേ ഇതൊരു ഡിജിറ്റൽ ഉൽപ്പന്നമായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് അധിക ചിലവുകളൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ്. ഹാസിൽ ഫ്രീ ഹാൻഡിൽ. മറ്റു വസ്തുക്കൾ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു വൈറ്റ് കോളർ ജോബ് പവർ നമുക്ക് നൽകുന്നു എന്നതാണ്. നമ്മുടെ മൊബൈലിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ട് 24/7 എന്ന രീതിയിൽ ഈ പ്രോഡക്റ്റ് നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊരു വൈറ്റ് കോളർ ജോബിന് തുല്യമായ ഒരു അവസരമാണ് നമുക്ക് നൽകുന്നത്. ഇനി അടുത്തത് സീംലെസ് ഡെലിവറി. തടസ്സമില്ലാതെ നമുക്ക് ഡെലിവറി ചെയ്യാം എന്നതാണ്. എവിടെയും ഷിപ്പിംഗ് ചിലവുകളും കാലതാമസവും ഒഴിവാക്കിക്കൊണ്ട് ഡൗൺലോഡ് ചെയ്യുകയും ഒരു സ്ട്രീമിംഗ് വഴിയോ മെയിൽ വഴിയോ ഡിജിറ്റൽ ഉൽപ്പന്നം നമുക്ക് തൽക്ഷണം ഡെലിവറി ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു. ഉപഭോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും ഉടനടി ഉപയോഗിക്കുവാനും സാധിക്കുന്ന രീതിയിൽ 24/7 എന്ന രീതിയിൽ ലഭ്യമാണ്. ഇവിടെ സമയ ലാഭവും ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു എന്നതാണ്. ഇനി വേൾഡ് വൈഡ് മാർക്കറ്റിംഗ്. ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് കോണിലും ആഗോള വിപണി കണ്ടെത്തിക്കൊണ്ട് നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ വിൽപ്പന ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ നേട്ടങ്ങൾ. ഇനി നമുക്ക് ഈ കമ്പനി കൊണ്ട് നമുക്ക് നൽകുന്ന അവസരങ്ങൾ, കീ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് കറണ്ട് റെവല്യൂഷൻ. കറണ്ട് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ നൂറ്റാണ്ടിൻ്റെ വിപ്ലവം എന്ന്. അപ്പോൾ ഈ നൂറ്റാണ്ടിൻ്റെ വിപ്ലവം എന്താണ്? ഇതൊരു ടെക്നോളജി യുഗമാണല്ലേ. അപ്പോൾ ഈ ഒരു ടെക്നോളജി യുഗത്തിനൊപ്പം നിൽക്കുവാനും ഈ ടെക്നോളജിയുടെ സാധ്യതയെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുവാനും സാധിക്കുന്നു. അതിലൂടെ ഈ നൂറ്റാണ്ടിൻ്റെ അതിമനോഹരമായ ഒരു ബിസിനസ് അവസരമാണ് കമ്പനി നൽകുന്നത്. 2, സ്കോപ്പ് ഓഫ് എഡ്യൂടെക്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൻ്റെ സ്കോപ്പ്, അതായത് വിദ്യാഭ്യാസ വ്യവസായത്തിൻ്റെ ഭാഗമാവാൻ നമുക്ക് കമ്പനി അവസരം നൽകുന്നു. അതായത് ഈ ലോകത്തിൻ്റെ മനോഹരമായ മറ്റൊരു ബിസിനസ്സാണ് എഡ്യൂക്കേഷൻ മേഖല എന്നതുകൊണ്ട്. 3, എക്സ്പ്ലോർ ഡയറക്റ്റ് സെല്ലിംഗ്. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ 120-ലധികം രാജ്യങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിജയിച്ച് നിൽക്കുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയാണ്.
അതുകൊണ്ട് തന്നെ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ സാധ്യതയെ നമുക്ക് മനസ്സിലാക്കി തന്ന് ഡയറക്റ്റ് സെല്ലിംഗ് വ്യവസായത്തിൻ്റെ ഭാഗമായി മാറുവാൻ ഈ കമ്പനി നമുക്ക് അവസരം തരുന്നു. ഇതൊരു 100% നിയമപരമായ ബിസിനസ്സാണ്. ഇനി ഒരു ഡിജിറ്റൽ ഇ-കൊമേഴ്സ്. നമുക്ക് ഡിജിറ്റൽ ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര അങ്ങനെയുള്ള ഷോപ്പിംഗ് ആപ്പുകളും അതേപോലെ തന്നെ ഫുഡിൻ്റെ ആപ്പുകളും അതായത് യൂബർ പോലുള്ള ടാക്സി ആപ്പുകളൊക്കെയാണല്ലേ. അപ്പം ഈ പ്ലാറ്റ്ഫോമിനും ഒരു ഡിജിറ്റൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുണ്ട്. ആ ഡിജിറ്റൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കമ്പനി നമുക്ക് അവസരം നൽകുന്നു. റൂട്ട് ഇൻ ഇന്ത്യ. ഈ കമ്പനി ഇന്ത്യയിൽ നിന്ന് ആയതിനാൽ കമ്പനിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ജനതയ്ക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതിലൂടെ നമുക്കും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുവാൻ അവസരം ലഭിക്കുന്നു എന്നതാണ്. ഇനി അടുത്തത് എൻ്റർപ്രണർ ഓപ്പർച്യൂണിറ്റി. നമുക്കറിയാം ഇന്ത്യ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യമായതിനാൽ ഇന്ന് നമുക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്കൊരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഭാഗമായാൽ നമുക്കും കമ്പനി എന്ത് ചെയ്യുന്നു, നമുക്കൊരു ബിസിനസ് അവസരം നൽകുന്നു. അതുകൊണ്ട് ഈ കമ്പനിയുടെ ഒരു ബിസിനസ് അവസരത്തിൻ്റെ ഭാഗമായി ചെറിയൊരു മുതൽ മുടക്കിൽ ഒരു സംരംഭകനാകാനുള്ള അവസരം കമ്പനി നൽകുന്നു എന്നതാണ്. ഇനി കമ്പനി നമുക്ക് തരുന്ന 10 ബൗ ബെനിഫിറ്റാണ്. അപ്പം 10 ബൗ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അത്രയും മനോഹരമായ 10 തരത്തിലുള്ള വരുമാനമാണ് കമ്പനി നമുക്ക് നൽകുന്നത്. 1 റീറ്റെയിൽ പ്രോഫിറ്റ്, 2 റെഫറൽ ബോണസ്, 3 പോഡ് ഇൻകം, 4 ജനറേഷൻ ബോണസ്, 5 ഫാസ്റ്റ് ട്രാക്ക് ബോണസ്, 6 സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ്, 7 സർപ്രൈസ് ബോണസ്, 8 ഇ-കൊമേഴ്സ് ബോണസ്, 9 റോയൽറ്റി, 10 റാങ്ക്. ഇവ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം കേട്ടോ. ഒന്നാമത്തെ റീറ്റെയിൽ പ്രോഫിറ്റ്. റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾസെയിലായിട്ടൊരു സാധനം എടുത്തതിന് ശേഷം റീറ്റെയിലായിട്ട് വിൽപ്പന നടത്തുന്നതിനാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആപ്പുകൾ പർച്ചേസ് ചെയ്യുകയും അവ നമുക്ക് റീറ്റെയിലായിട്ട് വിൽക്കുവാനും സാധിക്കുന്നു. ഒന്നാമത്തത് നമുക്ക് എഡ്യൂപിക്സ് എന്നതാണ്. എഡ്യൂപിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LKG മുതൽ +2 വരെയുള്ള CBSE കുട്ടികൾക്ക് അവരുടെ പഠിക്കാവുന്ന ഒരു എഡ്യൂക്കേഷൻ ആപ്പാണ് നമ്മുടെ ആദ്യത്തെ ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. അതിന് 2 ഇയർ വാലിഡിറ്റിയാണ് ഉള്ളത്. ഒരു വീട്ടിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾക്ക് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പഠനം സാധ്യമാകുന്ന രീതിയിലാണ് ഇവിടെ എഡ്യൂപിക്സ് നൽകുന്നത്. അതായത് കുട്ടികൾക്കുള്ള ചാപ്റ്റർ നോട്ട്സ് ഉണ്ട്, ആനിമേറ്റഡ് ക്ലാസ്സുകളുണ്ട്, വീഡിയോ ക്ലാസ്സസ്, ടീച്ചേഴ്സിൻ്റെ വീഡിയോ ക്ലാസ്സസ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ട്. അതായത് മുൻ പരീക്ഷാ പേപ്പറുകളുടെ വെച്ചിട്ടുള്ള പഠനം ഇവിടെ സാധ്യമാകുന്നു. മൈൻഡ് മാപ്പ്, അതായത് ഓരോ ചാപ്റ്ററിനും പോയിന്റുകൾ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള മൈൻഡ് മാപ്പ് ഉണ്ട്. ഇവയെല്ലാം നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാം ഈ എഡ്യൂപിക്സ് എന്ന ആപ്പ്. നമുക്ക് അതിൻ്റെ സാമ്പിൾ വർക്കും കാണാം. അപ്പോൾ ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 2500 രൂപയാണ്. നമുക്ക് റീറ്റെയിലായിട്ട് 3750 രൂപയ്ക്ക് നമുക്ക് റീറ്റെയിലായിട്ട് കൊടുക്കാൻ സാധിക്കും എന്നതാണ്. ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സാംപിക്സ് ആണ്. ഈ എക്സാംപിക്സിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 1 ഇയർ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉപരിപഠനത്തിനും പിന്നെ ജോലിക്ക്, അതായത് ഗവൺമെൻറ് സെക്ടറുകളിലേക്ക് ജോലി അന്വേഷിക്കുന്നവർ, അതായത് ബാങ്ക് ടെസ്റ്റ്, KTech, TTech, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്, അതേപോലെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏത് മേഖല, കേരള ഗവൺമെൻറ്റിൻ്റെയൊക്കെ PSC ടെക്സ്റ്റുകൾ അടങ്ങിയ ഒരു ആപ്പാണ് എക്സാംപിക്സ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നീറ്റ്, JEE, കീം എൻട്രൻസ് ഒക്കെ എഴുതുന്ന കുട്ടികൾക്ക് ഇത് ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് സൈറ്റുകളിൽ ജോബ് അന്വേഷിക്കുന്നവർക്കൊക്കെയുള്ള മോക്ക് ടെക്സ്റ്റുകളാണ് ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്. 1600-ലധികം മോക്ക് ടെക്സ്റ്റുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്രീ ഡെമോ ചെയ്ത് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ആപ്പ് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതും വെച്ചിരിക്കുന്നത്. ഇതിനും നമുക്ക് ഹോൾസെയിൽ റേറ്റ് 2500 രൂപയാണ്, റീറ്റെയിൽ 3750 അടുത്തത് നമ്മുടെ ലാംഗ്വേജ് ഫ്ലുവൻസ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള പ്രോഡക്റ്റാണ്. അത് നമ്മുടെ ഉപരിപഠനത്തിനും ജോലിക്കും ഒക്കെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള
അത് ഒന്ന് ഇംഗ്ലീഷ് പ്രോ എന്ന വേർഷനിലാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ വരുന്ന 4 സബ്ജക്റ്റുകളാണ്. ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഒന്ന് OET, PET, അതേപോലെ IELTS. അപ്പം ഈ ഒരു ലെവലിലാണ് ഈ പ്രോഡക്റ്റ് കമ്പനി സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിനാണെങ്കിൽ നമ്മൾ റീറ്റെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന് വരുന്ന 5625 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. നമ്മുടെ IELTS ആപ്പിന് വരുന്നത് റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 7500 രൂപയാണ് ഇതിൻ്റെ MRP റേറ്റ്, അതായത് റീറ്റെയിൽ റേറ്റ് വരുന്നത്. ഇനി OETക്കാണെങ്കിലും 7500 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരുന്നത്. അപ്പം ഇവയുടെ രണ്ടും 5000 രൂപയ്ക്കും നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ഗ്ലാഡ്പോഡിൻ്റെ സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാവും. ഇനി നമുക്ക് PTEയും 5500 രൂപയാണ് നമ്മുടെ റീറ്റെയിൽ റേറ്റ് വരുന്നത്. ഇവ മൂന്നും നമ്മുടെ ഉപരിപഠനത്തിനും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ തയ്യാറെടുക്കുന്ന കോഴ്സുകളാണ്. അപ്പം നമുക്ക് ജോലി കിട്ടുന്നോടം വരെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതായത് ഒരു 3 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഒരു കുട്ടിക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും കമ്പനി ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു എന്നതാണ്. ഇനി BV എന്ന് പറഞ്ഞാൽ ബിസിനസ് വോളിയം. നമുക്കിവിടെ 1000 ബിസിനസ് വോളിയത്തിന് സമാനമായ പ്രോഡക്റ്റ് എടുത്തുകൊണ്ടും മതി നമുക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരാൻ. 1000 BV = 10,000 രൂപ പ്ലസ് 1800 GST അടച്ചുകൊണ്ട് 11,800 രൂപയ്ക്കാണ് നമ്മൾ ഇവിടേക്ക് കടന്നു വരുന്നത്. ഈ ഒരു ബിസിനസ്സിൻ്റെ അവസരത്തിലേക്ക് കടന്നു വരുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഈ ആപ്പുകൾ നമുക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടും അവരെ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. MRP റേറ്റിന് നമ്മൾ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവരെയും ഈ ബിസിനസ് അവസരത്തിലേക്ക് കൊണ്ടുവരാം. അതായത് നമുക്കിവിടെ കിട്ടുന്നത് ഡീലർഷിപ്പ് പ്രൈസിനാണ്, DP റേറ്റിനാണ്. ഡീലർഷിപ്പ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DP എന്ന് പറയും. അപ്പോൾ അതിന് പറയുന്ന ഹോൾസെയിൽ റേറ്റ്. അപ്പോൾ ആ ഒരു റേറ്റിനാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് സെയിൽ ബോണസിലേക്ക് കടക്കാം. എന്താണ് ഡയറക്റ്റ് സെയിൽ ബോണസ് എന്ന് പറയുന്നത്? നമ്മൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ആവുകയും നമ്മുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് കൂടി അവസരം നൽകുന്നതിനെയാണ് ഡയറക്റ്റ് സെയിൽ എന്ന് പറയുന്നത്. അവർക്ക് അവസരം നൽകുന്നതിലൂടെ നമ്മൾക്ക് കമ്പനി ഒരു ഇൻകം നൽകുന്നു. അതിനെ പറയുന്ന പേരാണ് റെഫറൽ ഇൻകം. ആ ഇൻകം നൽകുന്നതിലൂടെ നമ്മൾ ഈ കമ്പനിയുടെ ഭാഗവാക്കാവുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് ഈ ഒരു ബിസിനസ് അവസരം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് അവരെ കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് എന്തോരം വേണേലും ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് കമ്പനിയുടെ സെയിലിൻ്റെ 5% നമുക്ക് നൽകുന്നു. അതായത് 10,000 രൂപയുടെ 5% എന്ന് പറയുന്നത് 500 രൂപ നമ്മൾ ഒരാളെ നമ്മുടെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് കൊണ്ട് അവരെ ഇതിലേക്ക് റെഫറൽ ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഈ അവസരത്തിൻ്റെ ഭാഗമാകുന്നു. അതിലൂടെ കമ്പനി നമ്മളിലൂടെയാണ് അവർ ഇതിലേക്ക് കടന്നു വന്നിരുന്നത്. നമ്മളാണ് ഈ കമ്പനിയുടെ പരസ്യമായിട്ട് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് കമ്പനി അവിടെ നടക്കുന്ന സെയിലിൻ്റെ 5% നമുക്ക് നൽകുന്നു. അപ്പോൾ അതൊരു വരുമാനമാണ് നമുക്ക്. അതിനെയാണ് കമ്പനിയുടെ ഡയറക്റ്റ് സെയിൽ ബോണസ് അല്ലെങ്കിൽ റെഫറൽ ഇൻകം എന്ന രീതിയിൽ നമുക്ക് നൽകുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുത്തത് പോഡ് ഇൻകമാണ്. പോഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനറി ഇൻകം എന്ന് പറയും. ബൈനറി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? പലരും ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് ബൈനറി ഭയങ്കരമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്കിലും ബൈനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടേക്ക് ഒരു ബിസിനസ് അവസരം പറഞ്ഞ് കൊണ്ടുവരുന്ന ആളുകളെ പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് ബൈനറി എന്ന് പറയുന്നത്. നമുക്കതിനിവിടെ പറയുന്ന പേരാണ് സെൽഫ് സൈഡും പേരൻറ്റ് സൈഡും. ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ഏതെങ്കിലും ഒന്ന് നമ്മുടെ പേരൻറ്റ് സൈഡായിരിക്കും. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ഏതെങ്കിലും ഒന്ന് നമ്മുടെ സെൽഫ് സൈഡും ആയിരിക്കും. പേരൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരാണോ സ്പോൺസർ ചെയ്ത് ആ വ്യക്തി കൊണ്ടുവരുന്നതിനെയാണ് പേരൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഒരു റേഷ്യോ നോക്കാം. നമുക്ക് ഇവിടേക്ക് ഒരാളെ റെഫറൽ ചെയ്ത് കൊണ്ടുവന്നാൽ ഇവിടെ നമുക്ക് വരുന്ന ഒരു ബിസിനസ് വോളിയം എന്ന് പറയുന്നത് 1000 ആണ്. 1000:1000 = 2000. അപ്പോൾ ഈ ഒരു അനുപാതത്തിലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇൻകം
തുടങ്ങുക. അപ്പം നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ആളുകൾ പെയർ മാച്ചായി വരുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സ്റ്റാർട്ടിംഗ് ഇൻകം 2000 അപ്പം നമുക്കിവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇൻകം എത്രയാണ്, 2000 ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മൾ 3 പേരെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് അതിനെയാണ് ഇവിടെ പറയുന്ന ടെയിൽ ഐ ഡി എന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, 1000:1000 2000 ആനുപാതികമായി നമ്മൾ സ്റ്റാർട്ടിംഗ് ഇൻകം 2000 കടന്നു. ആ 2000 നമ്മൾ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബിസിനസ് അവസരം നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് സെയിൽ ബോണസിൻ്റെ കാര്യം പറഞ്ഞല്ലേ. അപ്പം നമ്മുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പേരൻറ് സൈഡിലും സെൽഫ് സൈഡും ആളുകളെ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇൻകത്തിലേക്ക് നമ്മൾ കടക്കുക. നമ്മളിവിടെ 2 പേരെ നമ്മുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ആക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഞാൻ വരയ്ക്കുന്ന ഗ്രാഫ് നോക്കുക. ഇവിടെ ഫസ്റ്റ് ഞാനൊരു വ്യക്തിയെ കൊണ്ടുവന്നു, അവർ എൻ്റെ സെക്കൻഡ്. റൈറ്റിലും ഞാൻ ആളെ കൊണ്ടുവന്നു, അവരെൻ്റെ അടുത്ത ടീം. ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് ഇവിടെ ആവുന്നില്ല, നമുക്ക് സെയിൽ അവിടെ നടക്കുന്ന ഒരു ടെയിൽ ഐ ഡി കൂടി ഞാനിവിടെ വെച്ച്. അപ്പം ഇതിനെയാണ് ടെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നതിനാണ് 2:1 എന്ന റേഷ്യോയിൽ നമ്മുടെ ഇവിടെ ബിസിനസ് നടത്തുന്നത്. ഈ ഒരു ബിസിനസ് റേഷ്യോയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇൻകത്തിന് നമുക്ക് വേണ്ടത്. 2:1 എന്ന റേഷ്യോയിലാണ് നമ്മുടെ പോഡ് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ പോഡ് ഇൻകത്തിൽ ഇവിടെ 2000 രൂപ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഇൻകം 2000 എവിടെയാണ് നമുക്ക് ലഭ്യമായത്, 2:1 എന്ന ലെവലിൽ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ആളെ കൊണ്ടുവന്ന് ഒരു ടെയിൽ ഐ ഡി കൂടി വെച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് 2000 സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു, അടുത്ത ഈ ഒരു 2000 കമ്പനി നമുക്ക് എന്ത് തരുന്നുണ്ട്, ഡെയിലി ഒരു സീലിംഗ് ലിമിറ്റ് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡെയിലി ഒരു സീലിംഗ് ലിമിറ്റ് തരുന്നതിന് കമ്പനി എന്ത് ചെയ്യും, നമ്മൾ എത്ര പേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. നമ്മൾ ലെഫ്റ്റിൽ ഒരാൾ വന്ന് റൈറ്റിൽ 2 പേര് വന്നപ്പോഴായിരുന്നു നമുക്ക് ആ ഒരു 2000 സ്റ്റാർട്ടിംഗ് ഇൻകം ലഭിച്ചതെങ്കിൽ, ഇനി നമ്മുടെ ലെഫ്റ്റിൽ നിൽക്കുന്ന ആൾ നമുക്ക് എന്ത് ചെയ്യുന്നു, 2 പേരെ ഇവിടെ വെച്ചു എന്ന് വെച്ചാൽ അപ്പം നമുക്ക് ഇൻകം ലഭ്യമാവില്ല അല്ലേ. എങ്കിൽ നമ്മൾ ഒരാളെയും കൂടെ കൊണ്ടുവന്നപ്പം നമുക്ക് എന്ത് ചെയ്തു, അവിടെ ആ ഒരു 2000 രൂപയും കൂടെ ലഭ്യമായി. അങ്ങനെ ഇന്നത്തെ ദിവസത്തിൻ്റെ 4000 രൂപ ഇവിടെ നമുക്ക് ലഭ്യമാകുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ എത്ര രൂപയാണ് നമുക്ക് ലഭ്യമാകുന്നത്, 4000 രൂപ. നമ്മൾ ആദ്യം കൊണ്ടുവന്ന 2000 രൂപയും വന്നു, ഇപ്പോൾ കൊണ്ടുവന്ന് 2000 രൂപയും കൂടെ കിട്ടിയപ്പോൾ നമുക്ക് 4000 ഇവിടെ ഏണിംഗ് ലിമിറ്റ് കിട്ടും. 1000 എന്ത് ചെയ്യുന്നു, നമുക്ക് ക്യാരി ഫോർവേഡ് ആയി കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ബിസിനസ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് കാൽക്കുലേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആളുകളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പം ഏകദേശം ഈ ഒരു ബിസിനസ് കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, 1000 ക്യാരി ഫോർവേഡായി. അപ്പം നമുക്ക് ഈ ഒരു ബിസിനസ് അവസരത്തിലൂടെ നമുക്ക് ആളുകളിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡെയിലി സീലിംഗ് എന്ന് പറയുന്നത് 4000 സ്റ്റാർട്ടിംഗ് ഇൻകം 2000 നമുക്കിവിടെ ഡെയിലി സീലിംഗ് ലഭ്യമാകുന്നത് 4000 രൂപയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇൻകം 2000 തുടങ്ങുമ്പോൾ സീലിംഗ് 4000 അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏണിംഗ് ലിമിറ്റ്, ഈ 2000 ഒരു ഏണിംഗ് ലിമിറ്റ് ഉണ്ട്, ഒരു ക്രൈറ്റീരിയ ഉണ്ട്. എത്ര വരെ, 10000 രൂപ നമ്മൾ അച്ചീവ്മെൻറ്റ് ചെയ്യുമ്പോൾ, 10000 രൂപ വരെ നമുക്ക് നേടിക്കഴിയുമ്പം ഈ സീലിങ്ങിൻ്റെ ക്രൈറ്റീരിയ മറിയും. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മുടെ ലെഫ്റ്റും റൈറ്റും 2ൻ്റെ ഗുണിതമാണ്. അപ്പം 5ൻ്റെ പെയർ വരുമ്പോൾ, 5ൻ്റെ പെയർ എത്രയാണ്, 2, 5ൻ്റെ പെയർ വരുമ്പോൾ 10 അല്ലേ. അപ്പോൾ 10 പേര് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഏണിംഗ് കാൽക്കുലേറ്റ് മാറും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇൻകം നമുക്ക് ജനറേറ്റ് ആയി തുടങ്ങും. അപ്പം നമ്മൾ പിന്നീട് നമ്മുടെ പോഡ് ഇൻകം കുറയുകയും സീലിംഗ് ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോഡ് ഇൻകം ഇനി എത്രയിലേക്ക് കുറഞ്ഞു, 1600 കുറഞ്ഞു. സീലിംഗ് അവിടെ എന്തായി, കൂടി. ഏണിംഗ് ലിമിറ്റ് അപ്പോൾ എത്രത്തിലേക്ക് എത്തി, 24,000 രൂപയിലേക്ക് ഏണിംഗ് വന്നു. അപ്പോൾ 16ൻ്റെ ഗുണിതം അവിടെ വന്നു, 32 പേര് അവിടേക്ക് എത്തി. ഇനി നമുക്ക് പോഡ് ഇൻകം കുറഞ്ഞ് 250 വരും. ആ സമയം നമ്മുടെ സീലിംഗ് 4000, 6000, 8000, 10000, 12000, 15000 വന്ന് നിന്നു. ഇനി അൺലിമിറ്റഡ് ഡെപ്തിലേക്ക് ഈ 15000 ആയിരിക്കും നമുക്ക് സീലിംഗ് തരുക. അപ്പം ഈ ഒരു ലെവലിൽ ഒരു മാസം നമുക്ക് 4.5 ലക്ഷം രൂപ ഏൺ ചെയ്യാം.
നമുക്ക് ആളുകളോട് ബിസിനസ് അവസരം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഇതിലേക്ക് കണക്ട് ചെയ്യുകയും നമ്മളൊരു ടീം വർക്കായിട്ട് വർക്ക് ചെയ്യുകയും നമ്മൾ നല്ലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പ് വർക്ക്, ഒരു ടീം വർക്ക് കൊണ്ടുപോകുന്നതിലൂടെ ഒരു മാസം ഓരോ വ്യക്തികൾക്കും 4.5 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ബൈനറി ഇൻകം സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പോഡ് ഇൻകം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ജനറേഷനിലാണ്. ജനറേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ തലമുറ, നമ്മൾ ജനറേഷൻ എന്ന് പറയുമ്പം നമുക്കറിയാം നമ്മുടെ അപ്പൻ്റെ അപ്പൻ, അല്ലെങ്കിൽ അപ്പൻ്റെ തലമുറ വെച്ച് പറയണം. അപ്പൻ്റെ അപ്പനും കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ, അത് കഴിഞ്ഞ് നമ്മുടെ മക്കൾ, അവരുടെ മക്കൾ, ഇതാണ് തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ജനറേഷൻ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നവരും അവർ കൊണ്ടുവരുന്നവരുമായിട്ടുള്ള 5 ജനറേഷനിലാണ് നമുക്കിവിടെ കമ്പനി ഇൻകം നൽകുന്നത്. അതായത് നമ്മൾ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു, അതെൻ്റെ ഫസ്റ്റ് ജനറേഷൻ, അല്ലെങ്കിൽ ഞാൻ ഒരാളെ കൊണ്ടുവരുന്നത് എൻ്റെ ഫസ്റ്റ് ജനറേഷൻ, അവർ കൊണ്ടുവരുന്നത് എൻ്റെ സെക്കൻഡ് ജനറേഷൻ, അവർ കൊണ്ടുവരുന്നത് എൻ്റെ തേർഡ് ജനറേഷൻ, അവരിലൂടെ വരുന്നത് എൻ്റെ ഫോർത്ത് ജനറേഷൻ, അവരിലൂടെ വരുന്നത് എൻ്റെ ഫിഫ്ത്ത് ജനറേഷൻ. ഇതാണ് എൻ്റെ ജനറേഷനായിട്ട് വരുന്നത്. അങ്ങനെ എൻ്റെ ജനറേഷൻ വരുന്നതിലൂടെ, എൻ്റെ തലമുറ വരുന്നതിലൂടെ എനിക്കിവിടെ ഓരോ തലമുറയ്ക്കും ഒരു ഇൻകം ലഭ്യമാവുകയാണ്. അതായത് എൻ്റെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ തലമുറ. ഞാൻ എൻ്റെ ഡയറക്റ്റ് റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് ഞാൻ കൊണ്ടുവരുന്നവരാണ് എൻ്റെ ഫസ്റ്റ് ജനറേഷൻ. അവരിൽ നിന്ന് കമ്പനി എനിക്ക് നൽകുന്നത് 5%. ഈ ഫസ്റ്റ് ജനറേഷൻ കൊണ്ടുവരുന്ന ആളുകൾ എൻ്റെ സെക്കൻഡ് ജനറേഷൻ, അവരിലൂടെ എനിക്ക് 5% തരും. ഇനി എൻ്റെ മൂന്നാമത്തെ തലമുറയിൽ നിന്ന് എനിക്ക് 10% കിട്ടും. എൻ്റെ നാലാമത്തെ തലമുറയിൽ നിന്ന് എനിക്ക് 10% കിട്ടും. അഞ്ചാമത്തെ തലമുറയിൽ നിന്ന് എനിക്ക് 20% ലഭ്യമാകുന്നു. ഇങ്ങനെ 20% ലഭ്യമാകുന്നതിലൂടെ ഒരു ദിവസം 1,05,000 രൂപ വെച്ച് നമുക്ക് നൽകുന്നു. അതായത് ഫസ്റ്റ് ജനറേഷൻ്റെ 5% എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 5,000 ആണ് കമ്പനി നമുക്ക് ഡെയിലി ലിമിറ്റ് വെച്ചിരിക്കുന്നത്. ആ ഒരു ഡെയിലി ലിമിറ്റ് ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് റെഫറൽസിൽ ഒരാളെ റെഫറൽ ചെയ്തിരിക്കണം, എങ്കിലാണ് കമ്പനി ഇത് തരുള്ളൂ. ഇതിൻ്റെ 10% കമ്പനി ഗ്ലാഡ്പോട്ട് പോയിൻ്റ് എന്നതിലേക്ക് മാറ്റി വെക്കുന്നു. അതായത് ഷോപ്പിംഗ് പോയിൻ്റ് എന്നാണ് പറയുന്നത്, അതിലേക്ക് മാറ്റി വെക്കുന്നു. ഇനി അതിൻ്റെ സെക്കൻഡ് ജനറേഷനിൽ 5% ആണ് കമ്പനി നൽകുന്നത്. അവിടെയും കമ്പനിക്ക് ഡെയിലി ലിമിറ്റ് ഉണ്ട്. 10,000 എൻ്റെ സെക്കൻഡ് ജനറേഷനിൽ നിന്ന് കമ്പനി എനിക്ക് ഡെയിലി ലിമിറ്റിൽ നൽകുക. അതിന് ഞാൻ 2 പേരെ ഡയറക്റ്റ് റെഫറൽ ചെയ്യണം. അപ്പം ഇനി മൂന്നാമത്തെ ജനറേഷനെ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ 10% തന്നെ ലഭ്യമാകുന്നത്. അപ്പം 15,000 രൂപയാണ് നമുക്ക് മൂന്നാമത്തെ ജനറേഷനിൽ നിന്ന് ലഭ്യമാവുക. അപ്പോൾ അതിനും നമ്മൾ എത്ര പേരെ കൊണ്ടുവരണം? ഈ 2 പേരെയും കൂടെ കൊണ്ടുവന്ന് 4 പേരാകുമ്പോഴേക്കും നമുക്ക് അവിടെ ആ ക്രൈറ്റീരിയ ഫില്ലായി. അവിടെ നിന്ന് കമ്പനി നമുക്ക് ഷോപ്പിംഗ് പോയിന്റിലേക്ക് മാറ്റി വെക്കുന്നത് 30%. നമ്മുടെ ഈ കിട്ടുന്ന 15,000-ൻ്റെ 30% കമ്പനി മാറ്റി വെക്കുന്നത് കേട്ടോ. അതിന് നമുക്ക് നാലാമത്തെ ജനറേഷനിലേക്ക് വരും. നാലാമത്തെ ജനറേഷനിലേക്ക് വരുമ്പോഴും 10% കിട്ടുന്നത്. അവിടെ 25,000 രൂപയാണ് കമ്പനി നൽകുന്നത്. അതിൻ്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാൻ നമ്മൾ ഈ 4 പേര് വന്നോടത്ത് ഒരു 4 പേരെയും കൂടെ കൂട്ടി 8 പേരെ കൊണ്ടുവരണം. ഇവിടെ നിന്ന് കമ്പനി നമ്മുടെ 40%, ആ 25,000-ൻ്റെ 40% ഗ്ലാഡ്പോട്ട് പോയിന്റിലേക്ക് കമ്പനി മാറ്റി വെക്കുന്നത്. അതായത് ഷോപ്പിംഗ് പോയിന്റിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നത്. ഇനി ഫിഫ്ത്ത് ജനറേഷനിൽ നിന്ന് 20% കമ്പനി നമുക്ക് നൽകുന്നത്. നമ്മുടെ 5ാമത്തെ ജനറേഷനിൽ നിന്ന്, അതായത് ഇവിടെയാണ് നമ്മൾ ടീം വർക്കിൻ്റെ ഗുണം എന്ന് പറയുന്നത്. നമ്മൾ 5 ജനറേഷനിലേക്ക്, നമ്മുടെ 5 തലമുറയിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് വർക്ക് ചെയ്യുമ്പം 5ാമത്തെ തലമുറയിൽ നിന്നാണ് കമ്പനി നമുക്ക് കൂടുതൽ ഇൻകം നൽകുന്നത്. അത് 20% കമ്പനി നൽകുന്നത്. ഇവിടെ ഈ ക്രൈറ്റീരിയ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര പേരെ കൊണ്ടുവരണം? 15 പേര്. അതായത് നമ്മൾ ടോട്ടൽ 15 പേരെ നമ്മൾ ഡയറക്റ്റ് റെഫറൽ ചെയ്താൽ, ആകെ നമ്മൾ 15 പേരെ റെഫറൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 5 ജനറേഷൻ്റെ ഇൻകം ലഭ്യമാകും. ഇവിടെ നിന്ന്
നമ്മുടെ ഷോപ്പിംഗ് പോയിന്റിലേക്ക് കമ്പനി മാറ്റി വെക്കുന്ന 50%. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഈ ഷോപ്പിംഗ് പോയിന്റ് എന്താണെന്നല്ലേ. ഈ ഷോപ്പിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. ഇപ്പം നിലവിലെത്തിയിട്ടില്ല, അതിൻ്റെ പണിപ്പുരയിലാണ്. ആ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് റീപർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ പോയിന്റ് ഉപയോഗിച്ച്, ഈ പോയിന്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപയാണ്. ഈ 1 പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങി ഉപയോഗിക്കാം. അത് നമ്മുടെ മദർ കമ്പനിയായ ടാസ്ക് മന്ത്രയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വരിക. ആ ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഈ ഷോപ്പിംഗ് പോയിന്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഇനി നമുക്ക് അടുത്ത ഇംഗത്തിലേക്ക് പോകാം. ഇനി അടുത്ത സർപ്രൈസ് പോയിന്റാണ് കേട്ടോ. നമ്മൾ ഈ കമ്പനിയിൽ ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ടറായി മാറുന്ന ഓരോ വ്യക്തിക്കും ആക്ടിവേഷൻ സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു സർപ്രൈസ് ID ജനറേറ്റ് ചെയ്തു വരുന്നു. നമ്മളൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തെ ക്രമീകരിച്ചാണ് കമ്പനി ഈ ഒരു പോയിന്റ് നൽകുന്നത്. ഓരോ 500 പോയിന്റിനും ഓരോ ID എന്ന രീതിയിൽ ഇവിടെ 75,000 പോയിന്റ് വരെ ഒരു ID നമുക്ക് സർപ്രൈസ് പോയിൻ്റായിട്ട് കമ്പനി നൽകുന്നു. അതായത് ഇതിന് പറയുന്നതാണ് സീനിയോറിറ്റി ഇൻകം എന്ന്. നമ്മൾ വരുന്ന സമയം, ഞാൻ ഈ ഒരു നിമിഷം വന്ന് ഇവിടെ ID അടിച്ച് ഇതിൻ്റെ കസ്റ്റമറായി മാറിയാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബിസിനസ് അവസരം ഞാൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ശേഷം വരുന്നവരിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ ഒരു പ്രത്യേക അൽഗോരിത പ്രകാരം കമ്പനി ജനറേറ്റ് ചെയ്തു തരുന്ന ഒരു ഇൻകമാണ് സർപ്രൈസ് ഇൻകം എന്ന് പറയുന്നത്. നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ടറായി കയറി വന്നു. ആ സമയത്തെ ആസ്പദമാക്കി കമ്പനി നമുക്ക് ഇവിടെ 15,000 സർപ്രൈസ് പോയിന്റ് നൽകുന്നുണ്ട്. ഇത് നമ്മളൊരു ബിസിനസ് ചെയ്താലും ചെയ്തില്ലേലും, നമ്മൾ മറ്റുള്ളവർക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുത്താലും കൊടുത്തില്ലേലും, കമ്പനി നമുക്ക് ഫ്രീ ആയി നമ്മളിവിടേക്ക് വന്നു ഈ ഒരു ബിസിനസ് അവസരത്തിൻ്റെ ഭാഗമായി എന്നതുകൊണ്ട് കമ്പനി നമുക്കൊരു ഗിഫ്റ്റ് മണി പോലെ നൽകുന്നതാണ് ഈ സർപ്രൈസ് പോയിന്റ്, ഈ 15,000 സർപ്രൈസ് പോയിന്റ്. ഇനി ഈ സർപ്രൈസ് പോയിന്റ് ബാക്കി പോയിന്റുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡയറക്റ്റ് റെഫറലിൽ ഒരാളെ ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി 25,000 പോയിന്റ് വരെ നൽകുന്നു. ഇനി നമ്മൾ 2 പേരെ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കമ്പനി നമുക്ക് 50,000 പോയിന്റ് വരെ നൽകുന്നു. ഇനി നമ്മൾ വീണ്ടും ഒരു 2 പേരെയും കൂടെ കൊണ്ടുവന്ന് കമ്പനി 75,000 രൂപ വരെ ഇവിടെ ഈ ID നൽകുന്നു. അങ്ങനെ 75,000 രൂപ നമുക്ക് 75,000 പോയിന്റ് എന്ന് പറഞ്ഞാൽ 75,000 രൂപയാണ് കേട്ടോ. അപ്പോൾ 75,000 രൂപയുടെ സാധനങ്ങൾ നമ്മുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇതാണ് സർപ്രൈസ് പോയിന്റ് കേട്ടോ. ഇനി അടുത്തത് ഇ-കൊമേഴ്സ് ബോണസാണ്. ഇനി ഇ-കൊമേഴ്സ് ബോണസിൽ നമ്മുടെ 15 ജനറേഷനിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന വരുമാനമാണ് ഇ-കൊമേഴ്സ്. അപ്പം നമുക്ക് നമ്മൾ 5 ജനറേഷനിൽ നിന്നുള്ള ജനറേഷൻ ഇൻകം പറഞ്ഞല്ലേ, ഇവിടെ നമുക്ക് 15 ജനറേഷനിലുള്ള ആളുകൾ അവരുടെ ഷോപ്പിംഗ് പോയിന്റോ സർപ്രൈസ് പോയിന്റോ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പം അതിൽ നിന്ന് നമുക്കൊരു ഇ-കൊമേഴ്സ് ബോണസ് ലഭ്യമാകുന്നു. അത് നമുക്ക് നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നിലവിൽ വന്നില്ല, ഇതിൻ്റെ വർക്കിലാണ്, ഉടൻ വരും. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ജ്വല്ലറിയോ കാറോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എല്ലാം ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ ടാസ്ക് മന്ത്രയുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ പ്ലാറ്റ്ഫോം വരിക എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തത് ഫാസ്റ്റ് ട്രാക്ക് ബോണസിലേക്ക് പോകാം. ഫാസ്റ്റ് ട്രാക്ക് ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ടറായി കടന്നു വന്നു. 10 ദിവസത്തിനുള്ളിൽ ഞാൻ 5 പേരെ ഡയറക്റ്റ് റെഫറൽ ചെയ്താൽ ആ വർഷത്തേക്കുള്ള ഫാസ്റ്റ് ട്രാക്ക് ഇൻകം ഇവിടെ സ്റ്റാർട്ടാകുന്നു. ഇവിടെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ID സ്റ്റാർട്ടാകുന്നു എന്നതാണ്. അതിലൂടെ ഈ വർഷം കമ്പനിയിൽ എത്ര പേര് രജിസ്റ്റർ ചെയ്യുന്നു അവരിൽ നിന്നൊരു 250 രൂപ കമ്പനി മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു 10 ഡേയ്സിനുള്ളിൽ 5 പേരെ ഡയറക്റ്റ് റെഫറൽ ചെയ്ത് വരുന്ന വ്യക്തികൾക്ക് അത് തുല്യമായി വീതിച്ച് കൊടുത്തുകൊണ്ട് എല്ലാ മാസവും നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഇനി നമുക്ക് 10, 15, 20, 25 എന്ന് പറയുന്ന ഓരോ വർഷത്തേക്കുമുള്ള ആളുകളെ നമുക്ക് ഈ ഒരു വർഷം തന്നെ കൊണ്ടുവന്നാൽ അവിടെ ഓരോ ID വെച്ച് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ആഫ്റ്റർ ഇയറിലും നമുക്ക് ഈ ഒരു
പൂൾ ഇൻകം എന്നും ഇതിനെ പറയാം. ഈ ഒരു പൂൾ ഇൻകം നമുക്ക് ലഭ്യമാവും. അപ്പോൾ എല്ലാ മാസവും കൃത്യമായൊരു പൂൾ ഇൻകം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മൾ വന്ന് 10 ഡേയ്സിനുള്ളിൽ നമ്മൾ 5 പേരെ ഡയറക്റ്റ് റെഫറൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫാസ്റ്റ് ട്രാക്ക് ബോണസ് നമുക്ക് ലഭ്യമാവും. ഇനി അടുത്തത് നമുക്ക് സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ് ആണ് കേട്ടോ. നമുക്ക് സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ് കിട്ടണമെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പേരൻറ്റ് സൈഡും സെൽഫ് സൈഡും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്, ഈ 2 ഇതിൽ നമ്മൾ ഓരോ വ്യക്തികളെ പ്ലേസ്മെൻറ്റ് ചെയ്യുകയും അവർക്ക് നമ്മുടെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ ഒപ്പം തന്നെ ഈ ബിസിനസ് അവസരത്തിലേക്ക് കൊണ്ടുവരികയും അവർക്ക് അവരുടെയും ലെഫ്റ്റും റൈറ്റിലും നമ്മുടെ സപ്പോർട്ടോടു കൂടി ആളുകളെ ഇട്ട് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരു സ്മാർട്ട് ലീഡർഷിപ്പ് കരസ്ഥമാക്കാം. അപ്പോൾ ഓരോ ഇയറിലും നമുക്ക് ഈ ഒരു ഐഡി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടീമായിട്ട് നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും ആളുകളെ നമ്മുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് ഇൻവൈറ്റ് ചെയ്യുകയും അവർക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്കും ഈ ബിസിനസ്സിലേക്ക് അവരെ കൊണ്ടുവന്ന് അവർക്കും സപ്പോർട്ട് നൽകുകയെന്ന് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ അവരും ഈ ഒരു ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്നതിലൂടെ അവർക്കും ഇൻകം ജനറേറ്റ് ചെയ്യും, അതിലൂടെ നമുക്കും ഇൻകം ജനറേറ്റ് ചെയ്യും. ഒരു ടീം വർക്ക് ചെയ്യുക. അടുത്ത നമ്മുടെ റാങ്കാണ്. 15 ലെവലിലേക്കുള്ള റാങ്കാണ്. ആദ്യത്തെ 5 ലീഡർഷിപ്പ് ആണെങ്കിൽ അടുത്തത് നമ്മുടെ ഡയമണ്ട് ആണ്, പിന്നെ അംബാസിഡറാണ്. അങ്ങനെയാണ് നമ്മുടെ 15 ലെവലിലേക്കുള്ള റാങ്കിനെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ റാങ്കിൻ്റെ ക്രൈറ്റീരിയയെക്കുറിച്ച് കമ്പനി അനൗൺസ് ചെയ്തില്ല. കമ്പനി ഇപ്പോൾ ലോഞ്ച് ആയതല്ലേ ഉള്ളൂ. നമുക്ക് ലോഞ്ച് ആയി പബ്ലിക്കിലേക്ക് ഒന്ന് റൺ ചെയ്യുന്നുള്ളൂ. കമ്പനി അടുത്ത ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മുടെ റോയൽറ്റിയാണ്. റോയൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അംബാസിഡർ റാങ്കിൽ എത്തി കഴിഞ്ഞാൽ അന്ന് മുതൽ നമുക്ക് കമ്പനി നടക്കുന്ന ബിസിനസ്സിൻ്റെ 50% അംബാസിഡർ റാങ്കിൽ ഉള്ള വ്യക്തികൾക്ക് ലഭ്യമാകും. ഈ പ്രസൻറ്റേഷൻ ഇത്രയും നേരം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഒപ്പം നിങ്ങളുടെയൊക്കെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ ബിസിനസ് അവസരത്തിൻ്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങളെ ഏവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കൃത്യമായി അത് ചെക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സൈനിങ് ഓഫ് ജിൻസി OC. Thank you for watching. Bye bye. Signing off, Jinsi OC.